നേരത്തെ എണീറ്റിട്ട് ഈ ഒരു തണുപ്പുള്ള വെളുപ്പാങ്കാലത്ത് ഒറ്റയ്ക്ക് കുറച്ച് നടക്കണം എന്നുള്ളത് കുറേ ദിവസമായിട്ട് എൻ്റെ ഒരു ആഗ്രഹം. മഞ്ഞ് പോയി വെയിൽ വന്നാലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കോലല്ല. കാരണം 5 മണിയാകുമ്പോഴേക്ക് അപ്പൂസിൻ്റെ കൂടെ എണീക്കും. പിന്നെ എനിക്ക് ഒന്നിനും പറ്റൂല. ഭാഗ്യത്തിന് ഇന്നലത്തെ ബട്ടർ ചിക്കൻ കുറച്ച് ബാക്കി ഉണ്ടായതുകൊണ്ട് പൊറാട്ട ഓടുന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കറി അങ്ങോട്ട് വെള്ളം ഒഴിച്ച് നീട്ടി. അതുകൊണ്ടേ കുറച്ച് സമയം എനിക്കിന്ന് ലാഭം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാട്ടോ. അത് കഴിഞ്ഞ് അപ്പൂസിനെയും കൊണ്ട് പുറത്തിറങ്ങി എൻ്റെ അടുക്കളത്തോട്ടത്തേക്ക് ഒന്ന് ഇറങ്ങിയതാട്ടോ. കണ്ടോ, കുറ്റി കുരുമുളകൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇക്കാ സമയത്തെ ഇന്നലെ പണി കഴിഞ്ഞ മതിലൊക്കെ നനയ്ക്കായിരുന്നു കേട്ടോ. ഈ ഒരു പണി തീർന്ന് കിട്ടുന്നേ കുറേ സമയം പുറത്തു കൂടെ നടന്നിട്ടാണ് പിന്നെ ഉച്ചക്കുള്ള മീനൊക്കെ റെഡിയാക്കിയത് കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞത് അപ്പൂസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇക്ക പോവാനും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയ സമയത്താണ് ബാക്കി ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് കേട്ടോ. അലക്കാനൊക്കെ ഉള്ളത് ഇട്ടപ്പോഴേക്ക് അപ്പൂസ് വീണ്ടും എണീറ്റിട്ടുണ്ടായിരുന്നു. ആൾ ഫുഡ് കഴിച്ചിട്ടാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പഴമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ കളികളിൽ അങ്ങനെ ഏർപ്പെട്ട് പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴേക്ക് മീൻ പൊരിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൂസിന് കഞ്ഞിയാണ് കൊടുത്തത് കേട്ടോ. ആൾ വീണ്ടും ഇറങ്ങിയപ്പോൾ ഞാൻ ആ SIRൻ്റെ ലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടേ അപ്പൂസിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടോ. ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ ആകെ കിളി പോയ അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാലേ ഈ ഒരു വൈറ്റമിൻ ഡിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായതുകൊണ്ട് ഏത് സമയത്ത് അതിൻ്റെ മൂഡ് മാറണമെന്ന് പറയാൻ പറ്റൂല. ഇന്നൊക്കെ പിന്നെ എനിക്ക് ഈവനിങ്ങിൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. കാര്യം നിസ്സാരമായിട്ട് തോന്നും. ഒരു വൈറ്റമിൻ ഡി അല്ലേ, ഒരു വൈറ്റമിൻ്റെ കുറവാണോ ഇത്രയും പൊലിപ്പിച്ച് പറയണമെന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നെ തന്നെ ഒരു നഷ്ടമായി പോകുന്നൊരവസ്ഥ പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു കുഞ്ഞു മനുഷ്യന് ഇവിടെ ഉണ്ടാവുമ്പോൾ ക്ഷീണമൊന്നും ഞാൻ വക വെക്കലില്ല. ടേബിളിൽ ഇന്നലെ കുന്നുകൂടി വെച്ചിരുന്ന ഡ്രസ്സാളും ബെഡ്ഷീറ്റൊക്കെ മടക്കിയതാ ഇവിടെയൊക്കെ നീറ്റായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാനും അപ്പൂസും വീണ്ടും കഞ്ഞി ഓടിക്കുന്നത്. അപ്പൂസിനെ പപ്പടം കിട്ടിയ സന്തോഷത്തിലാട്ടോ. അവൻ ഞാൻ കൊടുക്കലില്ല. ഇന്ന് പിന്നെ തൈര് ഇനി രാത്രി തണുത്തത് ഫ്രിഡ്ജിൽ വെച്ചത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പപ്പടം പൊരിച്ചത് കൊടുത്തുട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് രാവിലെ വെള്ളരിക്കക്കറി ഉണ്ടാക്കി താളിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നല്ല കയ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്കാക്ക് ഇന്ന് ഫുഡ് ഉണ്ടാവാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇക്ക വരുമ്പോഴേക്ക് ഞാൻ വീണ്ടും ഫുഡൊക്കെ റെഡിയാക്കിട്ടോ. പരിപ്പ് കറിയും വമ്പയറും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതാണ് കിച്ചണിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പൂസിനെ ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിക്ക് വന്നത് കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനിതാ അപ്പൂസിൻ്റെ അടുത്ത് വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ വീണ്ടും കാണാം.